രാജമഹേശ്വരനായുന്നു കഴുത കുട്ടിയതാ വാഹനമാകുന്നു സ്നേഹമുള്ളവരെ, ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. നമ്മുടെ കർമ്മങ്ങളൊക്കെ ഇപ്രകാരമായിരിക്കും. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കുർബാന ആരംഭിക്കുന്നു. അതിനുശേഷം സുവിശേഷ വായനയ്ക്ക് ശേഷം കുരുത്തോലകളെല്ലാം വെച്ച് നമുക്ക് ഭക്തിയോടുകൂടി ഈ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. സാധിക്കുന്നവരൊക്കെ ബുക്കൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ വലിയ പുസ്തകത്തിലും അതുപോലെ നമ്മുടെ കുർബാനയുടെ മാസ് ടെക്സ്റ്റിലും ചെറിയ പുസ്തകത്തിലുമായിട്ടാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമുക്ക് നിമിഷം നമ്മുടെ നിയോഗങ്ങളെ പ്രാർത്ഥനകളെല്ലാം ദരിദ്രസനത്തിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വാധീനമാകപ്പെട്ട വികാരി ജീസസിന് സ്നേഹവും നന്ദി പറയുന്നു. പരിശുദ്ധമായ ദിവ്യബലി നമുക്കൊന്നു ചേർന്ന് പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പനമോ തിരുനാമത്തിൽ ചേർന്നീര ഒരുമയൊഴി വലിയ സർവേശ്വര സ്തുതിഗീതം സർവേശ്വര സ്തുതിഗീതം
സ്ഥിരനായി നാമം പൂരിതമാകണമേ നിൻരാജ്യം വന്നേരണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ ജെറുസലേം ദേവാലയത്തിലേക്ക് എഴുന്നള്ളതിനെ ഞങ്ങൾ ആരാധിക്കുന്നു. നീതിമാനും പ്രതാപവാനുമായ രാജാവേ, നിന്നെ ഓശാന പാടിയ സിയോൻ മക്കളുടെ കീർത്തനങ്ങളോടുകൂടെ ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും സ്വീകരിക്കണമേ. ഓശാന പാടിയതിനെതിരേറ്റ ജനങ്ങളെ പോലെ സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് നിന്നെ എതിരേൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ സഹനത്തിലും മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേർന്ന് ഈ രഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവസുരാനിന്ദയാരെ രക്ഷിച്ചരുളുക ഭക്തരെ. തിരുമുറ്റത്തു പ്രവേശിപ്പിൻ ദൈവവും അതുപോൽ കർത്താവും അവനാണെന്നറിഞ്ഞിടുവിൻ. അവനുടെ കൃപയോചിതകാലം വിശ്വസ്തതയും കുറവന്നി എന്നേക്കും നിലനിൽക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും
യാത്രയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിത്ത് എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങൾ ഇന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിനുള്ള വായന 49-ാം അധ്യായം 8 മുതൽ 12 വരെയും 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശ്രയിക്കുന്നു. യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ ഒപ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്. എന്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കും. അവൻ സിംഹത്തെ പോലും സിംഹിയെ പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്തുവാൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല. അതിന്റെ അവകാശി വന്നു ചേരുമ്പോഴേ അധികാരത്തിൽ അവന്റെ സ്വന്തത്തിൽ നിന്നും നീങ്ങിപ്പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. രണ്ടാം വായന. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും സഖറിയായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 9-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. സീയോൻ പുത്രി, അതിനായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർത്തു വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ പിനിയാദിനായി കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രാമിൽ നിന്ന് രഥത്തെയും ജെറുസലേമിൽ നിന്ന് പടക്കുതിരയും വിച്ഛേദിക്കും. കടലിൽ ഞാൻ ഒടുക്കുകയും അവൻ ജനതകൾക്ക് സമാധാനം. സർവ്വചരാചരവും ദൈവമഹത്വം
മഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. കരുണിനെയെല്ലാം ദൈവത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തട്ടെ. ഓശാനകളായി സുദിനം ഹല്ലേലൂയ പാടുക നാം വാഴ്ത്തിടാം നിത്യം തിരുനാമം. കളവിടുത്തി മഹിമകൾ പാടുന്നു കാണുവണങ്ങുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ ഒലിവുമരത്തിന്റെ ശാഖകളിൽ ചിലത് മുറിച്ചു കളഞ്ഞിട്ട് കാട്ടൊലിവിന്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുപറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ശാഖകളെക്കാൾ വലിയവരാണ് എന്ന് അഭിമാനിക്കരുത്. അഭിമാനിക്കുന്നെങ്കിൽ നീ വേരിനെ താങ്ങുകയല്ല, വേര് നിന്നെ താങ്ങുകയാണ് എന്നോർത്തുകൊള്ളുക. എന്നെ ഒട്ടിച്ചു ചേർക്കേണ്ടതിനാണ് ശാഖകൾ മുറിക്കപ്പെട്ടത് എന്ന് നീ പറഞ്ഞേക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 21 വാക്യങ്ങൾ 1 മുതൽ. അവൻ ജെറുസലേമിനെ സമീപിക്കവേ ഒലിവുമരക്കരികിലുള്ള ബെത്ഫഗയിലെത്തി. അപ്പോൾ യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ച യേശു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ഒരു കഴുതയെയും അതിന്റെ കുട്ടിയെയും കെട്ടിയിരിക്കുന്നത് ഉടനെ നിങ്ങൾ കാണും. അവയെ അഴിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരിക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. അവൻ ഉടനെ തന്നെ അവയെ വിട്ടുതരും. പ്രവാചകൻ വഴി പറയപ്പെട്ട വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. സിയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുക്കലേക്ക് വരുന്നു. ശിഷ്യന്മാർ പോയി യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. അവർ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവന്ന് അവയുടെ മേൽ വസ്ത്രങ്ങൾ വിരിച്ചു. അവൻ കയറിയിരുന്നു. ജനക്കൂട്ടത്തിൽ വളരെ പേർ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. മറ്റു ചിലരാകട്ടെ
വൃക്ഷങ്ങളിൽ നിന്ന് ചില്ലകൾ മുറിച്ച് വഴിയിൽ നിരത്തി. യേശുവിന്റെ മുമ്പിലും പിൻപിലും നടന്നിരുന്ന ജനങ്ങൾ ആർത്തു വിളിച്ചു, ദാവീദിന്റെ പുത്രന് ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ, ഉന്നതങ്ങളിൽ ഹോസാന. അവൻ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ നഗരം മുഴുവൻ ഇളകിവശായി. ആരാണിവൻ എന്ന് ചോദിച്ചു. ജനക്കൂട്ടം പറഞ്ഞു, ഇവൻ ഗലീലയിലെ നസ്രത്തിൽ നിന്നുള്ള പ്രവാചകനായ യേശുവാണ്. കാർമികനോട് ചേർന്നാണ് നമ്മളെല്ലാവരും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. ആരും ഇവിടെ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കരുത്. കുറച്ച് ദൂരമുള്ളൂ. നമ്മളെല്ലാവരും എന്തായാലും ഇങ്ങോട്ട് നടന്നു വന്നവരാണ്. അതുകൊണ്ട് കുറച്ച് ഈ ട്രാൻസ്ഫോർമറിന്റെ ഈ സൈഡ് വരെ നമുക്ക് നടക്കുന്നതിന് ആർക്കും പ്രശ്നമുള്ളതല്ല. ഇതെല്ലാവരും ഈ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുവാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. നമ്മൾ കുരുത്തോല വെഞ്ചരിപ്പിന്റെ കർമ്മത്തിലേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങളുടെ കർത്താവും രക്ഷകനും രാജാധിരാജനുമായ മിശിഹായേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ജെറുസലേം പട്ടണത്തിലേക്കുള്ള നിന്റെ ആഘോഷപൂർവകമായ പ്രവേശനത്തിന്റെ ഓർമ്മയാചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൺ പാർക്കണമേ. സൈത്തിൻ കൊമ്പുകൾ പിടിച്ചുകൊണ്ട് നിന്നെ എതിരേറ്റവരെ അനുഗ്രഹിച്ച മിശിഹായേ, നിന്റെ വലതുകരം നീട്ടി ഈ കുരുത്തോലകൾ ആശീർവദിക്കണമേ. ഞങ്ങളെയും ഈ കുരുത്തോലകൾ സ്ഥാപിക്കപ്പെടുന്ന ഭവനങ്ങളെയും സ്ഥലങ്ങളെയും നിന്റെ കൃപാവരം കൊണ്ട് നിറയ്ക്കണമേ. ഓശാന പാടി നിന്നെ എതിരേൽക്കുന്ന ഞങ്ങൾ മഹത്വപൂർണമായ നിന്റെ പ്രത്യാഗമനത്തിൽ നിന്നെ എതിരേൽക്കുവാനും സ്വർഗീയ ജെറുസലേമിൽ പ്രവേശിച്ച് ആനന്ദപൂർവം നിന്നെ സ്തുതിക്കുവാനും അർഹരാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്നേഹമുള്ളവരെ, ഇപ്രകാരമായിരിക്കും നിങ്ങൾ കുരുത്തോല സ്വീകരിക്കേണ്ടത്.
മുൻപില് ഇവിടെ നടുക്ക് പ്രധാന കാർമ്മികൻ നിന്ന് കുരുത്തോലകൾ നിങ്ങൾക്ക് നൽകും. രണ്ട് സൈഡില്, രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് വൈദികര് നിൽക്കുന്നതായിരിക്കും. അതുപോലെ ബഹുമാനപ്പെട്ട മറ്റു വൈദികരും ബ്രദേഴ്സും പുറത്തേക്ക് നിങ്ങൾക്ക് കുരുത്തോലകള് വിതരണം ചെയ്യുന്നതിനായിട്ട് അങ്ങോട്ട് വരുന്നതാണ്. നിങ്ങൾ സ്വീകരിക്കേണ്ടത് കുരുത്തോല ചുംബിച്ചുകൊണ്ട് ഈ കുരുത്തോല സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
അവിടെ വെയിറ്റ് അങ്ങനെ ഇറങ്ങി വന്നു. അവിടെ നോട്ടോ അവിടെ
മേൽക്കട്ടി വന്നിട്ട് മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവാണ് പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, കവാടങ്ങളെ തുറക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവാണ് പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ തുറക്കുവിൻ. മഹത്വത്തിന്റെ രാജാവ് എഴുന്നള്ളുന്നു. ഈ മഹത്വത്തിന്റെ രാജാവാണ് പ്രതാപവാനും ശക്തനുമായ കർത്താവ് തന്നെ.
സങ്കീർത്തനം 118:25. കർത്താവേ, ഞങ്ങൾ അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. ഈശോമിശിഹായിലെ സ്നേഹം നിറഞ്ഞ ഈ ഇടവകയിലെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, എല്ലാവർക്കും ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. വളരെ സന്തോഷം തോന്നുന്നു. ഞാൻ നാട്ടിൽ നിന്ന് വന്ന അച്ഛനാണ്. അപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിലൊരു വിഷമവും ഒക്കെ ഉണ്ടാകും. അയ്യോ, പള്ളിയിൽ വരാനായിട്ട് ആളുകൾക്ക് സമയമുണ്ടാകുമോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു. പ്രിയമുള്ളവരെ, അത്ഭുതമെന്നോണം ഈ ദേവാലയം നിറച്ച് അനേക ആളുകള് ഒരുമിച്ചുകൂടി ഓശാന തിരുനാളിന് വലിയ സന്തോഷത്തോടെ എല്ലാവരും ഒന്നിച്ചു ചേർന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാടോസായി അല്ലെങ്കിൽ അന്തേരി മോഡ് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന്റെ ഒരു സുദിനമാണ്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഈ ദേവാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എനിക്കറിയാം, നിങ്ങളുടെ ഡ്യൂട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത്, അമ്മച്ചിമാരാണ് ഡ്യൂട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത്, എല്ലാവരും ഡ്യൂട്ടിയൊക്കെ അറേഞ്ച് ചെയ്ത് ഈ ഒരു കാര്യത്തിനായിട്ട് സംബന്ധിക്കാനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഓശാന തിരുനാൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ധ്യാനിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യേണ്ടത് ഏറ്റവും വലിയ അത്യാവശ്യമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുക. അത്ര സുഖകരമല്ലാത്ത ഒരു സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്ന, പ്രത്യേകിച്ച് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ വിശുദ്ധവാര കർമ്മങ്ങളിലേക്ക് ഈ ആഴ്ചയിൽ പ്രവേശിക്കാനായിട്ട് പോവുക. അനേക ആളുകള് ഇന്ത്യയിലും ദേശം മുഴുവനിലുമായിട്ട്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളൊക്കെ പീഡ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൂരയ്ക്ക് കീഴെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇന്നേ ദിവസം ഓശാന തിരുനാൾ ആഘോഷിക്കാനായിട്ട് സധൈര്യം മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. എന്തറിയോ എന്നറിയത്തില്ല, ഓശാന എന്ന വാക്കിന്റെ അർത്ഥം കർത്താവെ ഞങ്ങളെ രക്ഷിക്കണം. ഇത് സങ്കീർത്തനത്തിന്റെ ഒരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ നെഞ്ചിനോട്, നമ്മുടെ വിശ്വാസ പൈതൃകത്തോട് നമ്മൾ ഓരോരുത്തരും ചേർത്തു വയ്ക്കേണ്ട വലിയ പ്രാർത്ഥനയാണ് ഇന്ന് നമുക്ക് സുവിശേഷവും മറ്റെല്ലാ വായനകളെല്ലാം നൽകുക. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഈ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരികയും ഈ വിശ്വാസ പൈതൃകത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും ഈ വിശ്വാസത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ഓരോന്നിനെ നവീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഇത് വിശ്വാസത്തിന്റെ വലിയൊരു പ്രഘോഷണമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, എനിക്ക് അറിഞ്ഞുകൂടാ, നമ്മൾ ഇവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് പോയപ്പോൾ വിശുദ്ധ കുരിശ് നമ്മുടെ പ്രദക്ഷിണത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് കുരുത്തോലുകളൊക്കെ കയ്യിൽ പിടിച്ച് നമ്മൾ സധൈര്യം പ്രഖ്യാപിക്കുകയാണ്, ഈ കുരിശിന്റെ പിന്നാലെയാണ് എന്റെ യാത്ര. ഇന്ന് ഈ ഓശാന തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് നമ്മുടെ കുരിശിന്റെ പിന്നാലെയുള്ള ഈശോയുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിലേക്ക് ഓർമ്മയാചരിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ, ഉദ്ധാരത്തിന്റെ വലിയ അനുഭവത്തിലേക്ക് കടന്നു പോകാനായിട്ട് പോകും. ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ് കുരിശിന്റെ വഴിയേയുള്ള നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര. പ്രിയപ്പെട്ടവരെ, റോമാ സാമ്രാജ്യമൊക്കെ ഇവരെല്ലാം അടക്കി വാണിരുന്ന അല്ലെങ്കിൽ ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈശോ വലിയ രാജാവായിട്ട് കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളി ജെറുസലേം ദേവാലയത്തിലേക്ക് വരിക. ഈ ഒരു ഉറച്ച ബോധ്യവും വിശ്വാസവും
ആ സ്നേഹമൊക്കെ നമുക്കുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തി നോക്കേണ്ട, അല്ലെങ്കിൽ വാചക കസരത്ത് എന്നോണം നമ്മൾ പറയുന്ന കാര്യങ്ങളാണോ ഇവയെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വലിയ സന്തോഷത്തിന്റെ സുദിനത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുക. ഒന്നാമത്തെ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത്, മനസ്സിനോട് ചേർത്ത് വെക്കേണ്ടത് ഇതാണ്: നമ്മുടെ ഓരോരുത്തരുടെയും കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള പ്രഖ്യാപനം, ഹോസാന എന്നുള്ള നമ്മുടെ പ്രഖ്യാപനം, അത് നമ്മുടെ ഹൃദയത്തിൽ തട്ടിയാണോ, നമ്മുടെ വിശ്വാസത്തിന്റെ പൈതൃകത്തിൽ ഊന്നി നിന്നുകൊണ്ടാണോ നമ്മൾ ഓരോരുത്തരും ഇത് പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുള്ള വലിയ ഒരു ദിവസത്തിലാണ് നമ്മളായിരിക്കുക. ഒന്നാമത്തെ കാര്യം ഇതാണ്: നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, വിലയിരുത്തുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന്റെ പൈതൃകത്തിന് അടിസ്ഥാനപ്പെട്ടാണോ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, എന്റെ കുരിശിന്റെ പിന്നാലെയുള്ള യാത്ര എന്റെ വിശ്വാസത്തിന്റെ പൈതൃകത്തിന് അടിസ്ഥാനപ്പെട്ടാണോ ആയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് വിലയിരുത്താം. ഈ വിശ്വാസത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തി നോക്കേണ്ട വലിയ സന്ദർഭത്തിലാണ് ഹോസാന തിരുനാള് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുക. ഭൂമിയിൽ ദൈവസ്തുതികൾ ആലപിക്കുന്ന ഞങ്ങളെ സ്വർഗത്തിൽ തന്നെ ബോധപ്പെടുത്തുവാൻ അനുഗ്രഹിക്കുന്ന മിശിഹായെ, ഹോസാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വിജയത്തിന്റെയും എളിമയുടെയും മാതൃക ഞങ്ങളെ പഠിപ്പിച്ച മിശിഹായെ, ഹോസാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എബ്രാഹിം സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച മിശിഹായെ, ഹോസാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി തീർന്ന മിശിഹായെ, ഹോസാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവും രാജാവുമായ മിശിഹായെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ നിനക്ക് ഹോസാനഗീതികൾ ആലപിക്കുന്ന ഞങ്ങളെ നിത്യമഹത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. സർവനാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കഴുകിക്കളയട്ടെ. നമ്മുടെ പാപങ്ങളെ മാലിന്യം ഒഴിച്ചിരിക്കുകയും ചെയ്യട്ടെ.
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. എല്ലാരും അഖിലോദ്ധാരത്തിൽ ശരണം തേടുന്നു. ബുദ്ധിരായിരുക സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വനാഥനായ ദൈവം തന്റെ സ്തുതികൾ ആരംഭിക്കുവാൻ നിന്നെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രമാരും വിജയാത്മശമാരും മുദ്രാപരിക്കമാരും മുദ്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകന്മാരുടെയും ബ്രഹ്മചാരികളുടെയും കനികകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ പുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാവരും വിശ്വാസത്തെ വഹിച്ച് ഈ ലോകത്തിന്റെ വേർപെട്ട മരണാവരും മനസ്സിലാക്കുക. വിശ്വാസികൾക്കായി ഇവരെ നമുക്ക് സാഹചര്യം രക്ഷിക്കും. സത്യരാജ്യത്തിൽ നിശ്ചയം കാരണമാകട്ടെ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സർവശക്തനും നിത്യനുമായ ദൈവമേ, സകലത്തിന്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ രജാതനായ കർത്താവിന്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങളെ യോഗ്യരാണെങ്കിലും പരിശുദ്ധവും സ്തുതിർഹവുമായ ഈ ദിവരകശങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി.
അങ്ങയുടെ ഗജാതന്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങേ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവസുതന പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി എന്താണെന്ന് പറയുകയും അടുത്തടുത്തപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആർക്കൂടി നിന്ന് കൂടെ നഷ്ടപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭക്തിജനമായ രഹസ്യങ്ങൾ കൂതാചരിക്കപ്പെടുന്നു. പുരോഹിതൻ എന്ന മാനസം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വികാരങ്ങൾ സ്വരത്തിലേക്ക് വരുത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ദൈവപിതാവിൻ സ്നേഹമതും ത്രൂഹാൻ സഹവാസമുനി നമ്മോടും ഉണ്ടാവട്ടെ. ഇന്നുമെല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്തുമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവും കർത്താവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങിൽ നിന്നുള്ളവനും ശുദ്ധാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പൗത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേക ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അഭിവാദിതമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരപരിശുദ്ധിയുടെ മുമ്പാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ മർത്യഗണം പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരു
തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ സൂര്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യരും ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവൻ കാലത്തിന്റെ തെരുവിൽ അവിടുന്ന് തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും ഭരിച്ചു വരുന്ന ആദിജാതമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനും അവിടുന്ന് തന്നെയാകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായ ദൈവത്തിന് ബലിയായി അർപ്പിക്കുകയും തന്റെ ശരീരത്തിൽ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും അവിടുന്ന് രൂപിതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു. ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ.
നിങ്ങളോട് കൽപ്പിച്ചതുപോലെ വിശ്വാസത്തോടും സത്പ്രവൃത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരുവാനിടയാക്കണമേ. പാപിയും യോഗ്യനുമായ നീദാസുരെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും ഈ ഇടവക സമൂഹത്തെയും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയിലെ ഫലങ്ങളെയും കാലാവസ്ഥയെയും വരസരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സവിശ്വാസത്തോടെ ഈ ലോകത്തിൽ മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാത്രമാണ് സത്യപിതാവായ ദൈവമെന്നെല്ലാ മനുഷ്യരും അറിയാമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എല്ലാവരും രക്ഷിക്കപ്പെടണം ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവരും സകലത്തിന്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവരറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവേ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലത പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിന്റെ മനുഷ്യരുടെ മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായി സ്തോത്രബലികാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെയും പരിശുദ്ധ കുർബാനയുടെ മേലിറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ഉദ്ധിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സദ്വിശ്വാസത്തോടെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാലം ചെയ്യുകയും ചെയ്യുന്നവർക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയ്ക്കും വ്യക്തിമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനം വത്സൃതം വ്യാപരിച്ചങ്ങേ പ്രസാദിച്ചെല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവേ മിശിഹായുടെ കൃപയാൽ ഞങ്ങളേവരും യോഗ്യരാകട്ടെ. സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥാനങ്ങളടയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യസമമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഭാവബോധകമായ ശരീരമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. പരിശുദ്ധാത്മാവിന്റെ സഹവാസം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിലെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരവോടെ സമീപിക്കാം. ഉളവാകുന്ന ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരന്റെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സർവ്വതയും നാളായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കലകളും പിടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ക്ഷത്രത്തിലെ പ്രതിഷ്ഠയിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധമാനോട് ഉദ്ദേശിക്കപ്പെടുകയും ചെയ്യാം. ശരീരങ്ങളും ആത്മാവിനെ രക്ഷിക്കാൻ കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മലഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടും. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവേ. നമ്മുടെ മൊബൈൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ഈ ദിവ്യരഹസ്യങ്ങൾ വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ രക്ഷയ്ക്കായി മുറിയപ്പെട്ട ശരീരവും നമുക്ക് വേണ്ടി ചുറ്റപ്പെട്ടതും ഉടമ്പടിയുമായ രക്തവും കൈക്കൊള്ളാം. ഇതാ പ്രവാചകനെ സ്പർശിക്കുകയും എല്ലാ പാവങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്ത ജീവിക്കുന്ന നീപ്പെട്ട ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ നമുക്ക് അതിനെ സമീപിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാമെല്ലാവരും സഹോദരി, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭയെ ക്ഷണിക്കുന്നു.
ബലിയാകുവാനും ബലിവേദിയിൽ എന്നും എന്റെ ആത്മാവിൽ കൃപ നൽകണമേ. എന്റെ ആത്മാവിൽ കൃപ നൽകണമേ. എന്നും നിൻ സ്നേഹം നുകരാം. ആത്മാവിൻ തിരുവോചനേ അതിരച്ച കാരുണ്യമേ അവതാരിലയ്യാൻ
നിറവേറ്റുന്ന നീതിമാന്മാരോട് ചേർന്ന് നിനക്ക് സ്തോത്രം ആലപിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായിരിക്കും. ശ്വാസപൂർവകം ഞങ്ങൾ കൈക്കൊണ്ടോരീര ഹാസ്യങ്ങൾ പാവമോചന തീരത്തേ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവദേയത്തിന് ശുദ്ധിയും കൃതജ്ഞതയും സമർപ്പിക്കാം. ഹല്ലേലൂയ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണവും ഉദ്ധാരവും അനുസ്മരിക്കുന്ന ഈ പരിഹാര ബലിയിൽ പങ്കുചേരാനും ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇവിടെയാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഓശാന ഗീതങ്ങളുടെ മധ്യേ ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടി നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്റെ പെസഹാരഹസ്യത്തിൽ പങ്കുചേർന്നവരായി ഞങ്ങൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേർന്ന് അവിരാമം നിന്നെ പാടി സ്തുതിക്കുവാനിടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വഴിയ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗമാർന്നീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവൻ
അവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും. നിത്യായുസ്സവനേകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. രക്ഷകനും നാഥനുമാ ധരയിലണഞ്ഞൊരു മിശിഹായേ നൽകിയ താതനു വന്ദനവും സ്തുതിയുമണയ്ക്കാൻ സാമോദം. എളിയൊരു കഴുത പുറമേറി വന്നൊരു രാജനെ വന്ദിക്കാൻ ഹോശാനകളാൽ വാഴ്ത്തിടാൻ ഇടയാക്കണമേ റൂഹായേ. സഹിക്കാൻ കുരിശേറാൻ ഓസ്ലേം പൂകിയ തിരുനാഥൻ ത്യാഗമോടെന്നും ജീവിക്കാൻ നിത്യമനുഗ്രഹമരുളത്തെ. ജീവനെഴും തിരുസ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ എന്ന് ഞങ്ങൾ കരുതുകൂടാ. എല്ലാവർക്കും നന്ദി. താങ്ക് യു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.